ദില്ലി പ്രക്ഷുബ്ധമാണ്. നമ്മൾ ഉള്ളത് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തിന് മുന്നിലാണ്. 10 മണിക്ക് പ്രവർത്തകരോട് ഇങ്ങോട്ട് എത്താനായിരുന്നു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രവർത്തകർ എത്തി തുടങ്ങിയിരിക്കുന്നു. പ്രവർത്തകർ പൂർണ്ണമായും എത്തിയിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നിരവധി പ്രവർത്തകർ പ്ലക്കാർഡുകളുമായൊക്കെ എത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ്. നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. വലിയ പ്രതിഷേധം ഇവർ രാവിലെ മുതൽ തന്നെ ഇവിടെ തുടരുന്നതാണ്. ഇവരുടെ പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട്. प्रोटेस्ट शानदार हो रहा है। जितना ज्यादा रोकने की कोशिश कर रहे हैं उतना ये प्रोटेस्ट बढ़ता बना जा रहा है। और ये प्रोटेस्ट आज आम आदमी पार्टी का यहाँ का था, अब ये प्रोटेस्ट पूरे देश का हो गया है। पूरा गठबंधन साथ दे रहा है और अंदर ही अंदर बीजेपी का कार्यकर्ता भी साथ दे रहा है। वो ये कह रहा है आज केजरीवाल के साथ हो रहा है, कल हमारे साथ भी हो सकता है। इसलिए आज अरविंद केजरीवाल पूरे देश की और पूरे मुल्क की और पूरे विश्व की आवाज बन चुके हैं, ईमानदारी की बड़ी मिसाल बन चुके हैं। ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തിന് മുഴുവൻ ശബ്ദമായി മാറുന്നു എന്നാണ് ഇവിടെ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും പ്രതിഷേധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ദില്ലി ആം ആദ്മി ആസ്ഥാനത്തിന് മുന്നിലാണ് പ്രതിഷേധക്കാർ ഉള്ളത്. വലിയ രീതിയിൽ പ്രതിഷേധക്കാർ എത്തിയിട്ടില്ല. നേതാക്കൾ, മന്ത്രിമാർ അടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തും. പിന്നീട് വലിയ പ്രതിഷേധമായി മാറും. തൊട്ടപ്പുറം, അതായത് ദില്ലി ആം ആദ്മി ഓഫീസ് തൊട്ടടുത്ത് തന്നെയാണ് BJPയുടെ ദേശീയ ആസ്ഥാനം ഉള്ളത്. അതിനടുത്ത് തന്നെയാണ് ദില്ലി റോസ് അവന്യൂ കോടതിയുള്ളത്. BJP ദേശീയ ആസ്ഥാനത്തേക്കാണ് ഇന്നിപ്പോൾ ഈ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മാർച്ച് പക്ഷേ ഇവിടെ നിന്ന്, അതായത് ആം ആദ്മി ഓഫീസിന്റെ പരിസരത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. ഇതിനോടൊപ്പം തന്നെ ജലപീരങ്കികളും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ എന്താണെങ്കിലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇതിനോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി ഓഫീസ് തൊട്ടടുത്തുള്ള സ്ഥലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ബാരിക്കേഡുകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും. ദ്രുതകർമ്മസേന ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പ്രതിഷേധം തടയും എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ചില മലയാളികളായ ആം ആദ്മി നേതാക്കൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ പ്രതിഷേധം? ഈ പ്രതിഷേധം മോഡിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അമളിയാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നാലും ഇതൊന്നും, പക്ഷെ കറക്റ്റ് സമയത്ത് അത് സംഭവിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ വിദേശത്തുള്ള എല്ലാ ഇന്ത്യക്കാർക്കും പിടികിട്ടി റിയൽ മോഡി ആരാണ്, എന്ത് ലെവലിൽ പുള്ളിക്കാരൻ സ്റ്റൂപ്പ് ഡൗൺ ചെയ്യും. പക്ഷേ ഒരു കാര്യം ഷുവറായി, ഇനി ഇന്ത്യ അലയൻസിനെ നിർത്താൻ പറ്റില്ല. ഇത് നരേന്ദ്ര മോഡി പുള്ളിയുടെ തന്നെ ചവപ്പെട്ടിക്കടിച്ച ഏറ്റവും അവസാനത്തെ ആണിയായിട്ട് ഞങ്ങൾ കാണുന്നു. ഞങ്ങളിവിടെ ഇതുവരെ ഷുവറല്ലായിരുന്നു 7 സീറ്റ് ജയിക്കോ ഇല്ലയോ എന്ന്. കാരണം ഇതുവരെ ജയിച്ചിരിക്കുന്നത് മുഴുവൻ ഞങ്ങൾക്ക് ഞങ്ങൾ MLA-മാർ ഞങ്ങൾക്കുണ്ടെങ്കിൽ MP-മാർ 7 അവരുടെ ആയിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഷുവറായി, ഞങ്ങൾ 7 MP-മാർ ഞങ്ങൾ ജയിക്കാൻ പോവുകയാണെന്ന്. അത്തരത്തിൽ ഇതൊരു വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി ആം ആദ്മിക്കും ഇന്ത്യ സഖ്യത്തിനും ഗുണം ചെയ്യും എന്നാണ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ അവകാശപ്പെടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കാണുന്നതാണ് സൗരവ് ഭരദ്വാജ്, ദില്ലി മന്ത്രിയുടെ സൗണ്ട് ബൈറ്റ് ഇപ്പോൾ വരുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത് കേൾക്കാം.